ഡൗൺ ദി ഏജസ്. മാർപ്പാപ്പമാർ യുഗങ്ങളിലൂടെ. യേശുക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാരിലൂടെ നീളുന്ന വിശുദ്ധ സഭയുടെ ചരിത്രത്തിലേക്ക് ഒരെത്തിനോട്ടം. പത്രോസാകുന്ന പാറമേൽ പണിയപ്പെട്ട സഭയുടെ പടനായകന്മാരെ ഓർത്തെടുക്കുവാനുള്ള ഒരു എളിയ സംരംഭമാണ് മാർപ്പാപ്പമാർ യുഗങ്ങളിലൂടെ. പോപ്സ് ഡൗൺ ദി ഏജസ്. ഏവർക്കും സ്വാഗതം. നമസ്കാരം. സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും കരുത്തുറ്റതും നിർണായകവുമായ വ്യക്തിത്വങ്ങളിൽ ഒരാളെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. വിശുദ്ധ വിക്ടർ ഒന്നാമൻ, സഭയുടെ 14ാമത്തെ മാർപ്പാപ്പ. AD 189 മുതൽ 199 വരെയായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലം. മാർപ്പാപ്പ പദവിയിലെത്തുന്ന ആദ്യത്തെ ആഫ്രിക്കക്കാരനായിരുന്നു അദ്ദേഹം. വെറുമൊരു ഇടയൻ എന്നതിലുപരി സഭയുടെ അധികാരം ലോകമെമ്പാടും വ്യാപിപ്പിച്ച ഒരു മികച്ച ഭരണാധികാരി കൂടിയായിരുന്നു വിക്ടർ പിതാവ്. ഗ്രീക്ക് ഭാഷയിൽ നിന്ന് ലത്തീൻ ഭാഷയിലേക്ക് സഭയുടെ ഔദ്യോഗിക ഭാഷ മാറ്റുന്നതിൽ അദ്ദേഹം വലിയ പങ്കുവഹിച്ചു. വിക്ടർ പിതാവിന്റെ ഭരണകാലത്ത് ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള പീഡനങ്ങൾക്ക് അല്പം കുറവുണ്ടായിരുന്നു. ഇതിന് കാരണം കൊമ്മോഡസ് ചക്രവർത്തിയുടെ കൊട്ടാരത്തിലുണ്ടായിരുന്ന മാർസിയ എന്ന സ്ത്രീയായിരുന്നു. ക്രിസ്തുമതത്തോട് അനുഭാവം പുലർത്തിയിരുന്ന അവർ ചക്രവർത്തിയിലുള്ള തന്റെ സ്വാധീനം ക്രിസ്ത്യാനികളെ സഹായിക്കുവാൻ ഉപയോഗിച്ചു. സാർഡീനിയയിലെ ക്രൂരമായ ഖനികളിൽ അടിമപ്പണി ചെയ്തിരുന്ന ക്രിസ്ത്യാനികളുടെ പട്ടിക വിക്ടർ പിതാവ് അവർക്ക് നൽകുകയും മാർസിയ വഴി അവരെ മോചിപ്പിക്കുകയും ചെയ്തു. ഈ സമാധാനകാലം സഭയെ കൂടുതൽ സംഘടിപ്പിക്കുവാനും ആരാധനക്രമങ്ങളിൽ മാറ്റം വരുത്തുവാനും വിക്ടർ പിതാവിനെ സഹായിച്ചു. വിക്ടർ പിതാവിന്റെ കാലത്തെ ഏറ്റവും വലിയ വിവാദം ഈസ്റ്റർ ആഘോഷിക്കേണ്ട തീയതിയെക്കുറിച്ചായിരുന്നു. റോമിൽ ചിലർ ഞായറാഴ്ച ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ ഏഷ്യയിൽ നിന്നുള്ളവർ ആഴ്ചയുടെ ഏത് ദിവസമായാലും പഴയ പാരമ്പര്യമനുസരിച്ച് ഈസ്റ്റർ ആഘോഷിക്കണമെന്ന് വാദിച്ചു. സഭയിൽ ഒരേ സമയം ചിലർ ദുഃഖവെള്ളിയും മറ്റുള്ളവർ ഈസ്റ്ററും ആഘോഷിക്കുന്നത് വിശ്വാസികൾക്കിടയിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കി. ഈസ്റ്റർ എപ്പോഴും ഒരു ഞായറാഴ്ച തന്നെ ആഘോഷിക്കണമെന്ന് വിക്ടർ പിതാവ് കർശനമായി ഉത്തരവിട്ടു. ഇതിന് വഴങ്ങാത്ത ഏഷ്യയിലെ സഭകളെ സഭയിൽ നിന്നും പുറത്താക്കുവാൻ പോലും അദ്ദേഹം തയ്യാറായി. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മാർപ്പാപ്പ ലോകവ്യാപകമായി തന്റെ അധികാരം ഇത്ര കർശനമായി ഉപയോഗിക്കുന്നത്. പുറത്തുള്ള തർക്കങ്ങൾ കൂടാതെ സഭയ്ക്കുള്ളിലെ തെറ്റായ പഠിപ്പിക്കലുകൾക്കെതിരെയും അദ്ദേഹം പോരാടി. യേശുക്രിസ്തു വെറുമൊരു മനുഷ്യൻ മാത്രമാണെന്നും പിന്നീട് ദൈവം അദ്ദേഹത്തെ ദത്തെടുത്തതാണെന്നും പഠിപ്പിച്ച തിയോഡോട്ടസിനെ അദ്ദേഹം സഭയിൽ നിന്ന് പുറത്താക്കി. ക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണെന്ന സത്യം സംരക്ഷിക്കുവാൻ അദ്ദേഹം ഉറച്ച നിലപാടുകൾ എടുത്തു. അതുപോലെ തന്നെ അടിയന്തര സാഹചര്യങ്ങളിൽ എവിടെ വെച്ചും കടലിലോ പുഴയിലോ നടത്തുന്ന മാമോദീസയ്ക്ക് പൂർണ്ണമായ അംഗീകാരം നൽകിക്കൊണ്ട് അദ്ദേഹം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. സഭയുടെ ചരിത്രത്തിൽ വിക്ടർ പിതാവ് നൽകിയ ഏറ്റവും വലിയ സംഭാവന ലത്തീൻ ഭാഷയുടെ പ്രചാരമാണ്. അതുവരെ സഭയിൽ ഗ്രീക്ക് ഭാഷയ്ക്കായിരുന്നു മുൻതൂക്കം. ആഫ്രിക്കൻ പശ്ചാത്തലത്തിൽ നിന്നുള്ള വിക്ടർ പിതാവ് സഭയുടെ പ്രാർത്ഥനകളിലും നിയമങ്ങളിലും ലത്തീൻ ഭാഷ കൊണ്ടുവന്നു. സഭയിലെ ആദ്യത്തെ ലത്തീൻ എഴുത്തുകാരൻ എന്നാണ് വിശുദ്ധ ജെറോം അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. ചൂതാട്ടക്കാർക്കെതിരെ പോലും അദ്ദേഹം ലത്തീനിൽ ഉപദേശങ്ങൾ എഴുതിയിരുന്നു. ഇത് പാശ്ചാത്യ സഭയ്ക്കൊരു പുതിയ ഐഡന്റിറ്റി നൽകി. ധീരനും തീരുമാനങ്ങൾ എടുക്കുവാൻ മടിയില്ലാത്തവനുമായ ഒരു നേതാവായിരുന്നു വിശുദ്ധ വിക്ടർ ഒന്നാമൻ. AD 199 അന്തരിച്ച അദ്ദേഹത്തെ വിശുദ്ധ പത്രോസിന്റെ ഖബറിനടുത്താണ് അടക്കം ചെയ്തിരിക്കുന്നത്. സഭയുടെ അധികാരം ലോകത്തിന് മുന്നിൽ വ്യക്തമാക്കിയും
വിശ്വാസപരമായ ഐക്യം ഉറപ്പാക്കിയും അദ്ദേഹം ചരിത്രത്തിൽ ഇടം പിടിച്ചു. ജൂലൈ 28-നാണ് സഭ അദ്ദേഹത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. സഭയുടെ ലത്തീൻ ശബ്ദമായി മാറിയ വലിയ വിശുദ്ധന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ നമുക്ക് പ്രണമിക്കാം.